ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സയനിസ്റ്റ് ഭീകരരെ ഒരിക്കലും വിശ്വാസത്തിലെടുക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയാണ് നെതന്യാഹു. ഹമാസിനെ നീക്കം ചെയ്യാതെ ഗസയുമായിട്ടുള്ള യുദ്ധം ഞാൻ അവസാനിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നാണ് നെതന്യാഹു ഇന്നലെ വാൾ സ്ട്രീറ്റ് ജേർണലുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. ടെൽ അവീവിൽ നിന്നും 30 മൈൽ ദൂരെയുള്ള ഗസയെ ഹമാസിനെ അധികാരത്തിൽ വിടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് നെതന്യാഹു ഇന്നലെ വാൾ സ്ട്രീറ്റിനോട് പറഞ്ഞത്. ഇസ്രായേൽ ഭാഗികമായ ഒരു ഉടമ്പടിയിൽ എത്താൻ മാത്രമാണ് ശ്രമിക്കുന്നത് എന്ന് നിരൂപകരുടെ സംശയത്തെ ബലപ്പെടുത്തുന്നതാണ് നെതന്യാഹുവിൻ്റെ വാക്കുകൾ. ഇയാളുടെ പുതിയ പ്രസ്താവനയിൽ ഇസ്രായേൽ ആകമാനം പ്രതിഷേധങ്ങൾ ആളിപ്പടരുകയാണ്. ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ തലത്തിൽ നിന്നും വരുന്ന ഇത്തരം വിരുദ്ധ പ്രസ്താവനകൾ രാജ്യത്തെ ജനങ്ങളെ ആകെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്. രാജ്യത്ത് ഒരിക്കലും യുദ്ധം അവസാനിച്ച് ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് അവർ ഭയക്കുന്നു. നിങ്ങൾ ഞങ്ങളെ കബളിപ്പിക്കുകയാണോ? നിങ്ങളുടെ യുദ്ധക്കൊതിക്കും രാഷ്ട്രീയ മോഹങ്ങൾക്കും ഞങ്ങൾ വലിയ വില നൽകേണ്ടതുണ്ടോ എന്നാണ് ബന്ദിയായ ഒഫർ കൽഡറോറിൻ്റെ ഒരു കസിൻ ചോദിക്കുന്നത്. ഇത് ഗസയിൽ ഹമാസ് തടവിലാക്കിയിട്ടുള്ള ബന്ദികളെ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോണില്ല എന്നുള്ളതിൻ്റെ സൂചനയാണെന്ന് ബന്ദിയാക്കപ്പെട്ട മാദൻ സംഗൌക്കറുടെ അമ്മ ഐരബ് സംഗേക്കർ രോഷത്തോടെ ചോദിച്ചു. ഞങ്ങൾക്ക് ഇപ്പോൾ സമഗ്രമായ ഒരു കരാർ ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങളെ ബോധപൂർവം മനസ്സിലാക്കാതെ ഹമാസിനെ തുടച്ചു മാറ്റിയിട്ട് മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് നെതന്യാഹു പറയുന്നത് കാലികമായ അയാളുടെ ബുദ്ധിയില്ലായ്മയാണ്. ഇത് ബന്ദികളെ ഉപേക്ഷിക്കാനും നെതന്യാഹുവിൻ്റെ യുദ്ധക്കൊതി തുടരാനുമുള്ള ഒഴിവ് കഴിവുകളാണെന്ന് ഐരബ് സംഗൌക്കർ പറയുന്നു. ഇയാൾ ഞങ്ങളെ തുരങ്കങ്ങളിൽ കുഴിച്ചിടാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനി ഇയാൾ ഭരണത്തിൽ തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവർ അതിരോഷത്തോടെയാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. ബന്ദിയാക്കപ്പെട്ട ഇറ്റ്സിക് എൽഗരാത്തിൻ്റെ സഹോദരൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുന്നു, ഞങ്ങളുടെ കണ്ണുനീരും വേദനയും നിങ്ങൾ കാണുക. നിങ്ങൾ യുദ്ധം മതിയാക്കുക. നിങ്ങൾ ഞങ്ങളെ അപമാനിച്ചു, ഞങ്ങളെ ചവിട്ടി, ഞങ്ങളെ കൊല്ലാൻ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും നിങ്ങളുടെ രോഷം അടങ്ങുന്നില്ല. ദയവായി യുദ്ധം അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളുകളെ തിരിച്ചു വേണം. ഞങ്ങൾക്ക് സമാധാനം വേണം. നിങ്ങൾ ഞങ്ങളുടെ ഈ വാക്കുകളെ പരിഗണിക്കണം എന്ന് അദ്ദേഹം വളരെ വേദനയോടുകൂടി തന്നെ പറയുന്നു. അതോടൊപ്പം യുദ്ധക്കുറ്റവാളിയായ ഈ ഭീകരനെതിരെ ഹൈഫയിലും കൽക്കൂറയിലും കൂടാതെ രാജ്യത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ തന്നെ പ്രതിഷേധ സമരങ്ങൾ തുടരുകയാണ്. നെതന്യാഹുവിൻ്റെ പോലീസ് അവയെല്ലാം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും കൂടുതൽ വേഗത്തിൽ ഈ പ്രതിഷേധ സമരങ്ങൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. എന്നാൽ ഇതിലും വിചിത്രമായിട്ടുള്ളത് ഹമാസിൽ നിന്നുള്ള ചില പ്രസ്താവനകളാണ്. ഞങ്ങളെ അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങില്ല എന്നാണ് ഹമാസ് പറയുന്നത്. ടെൽ അവീവിൻ്റെ 30 മൈൽ ദൂരത്തിൽ ഗസയിൽ ഞങ്ങളുണ്ടാവും. നിങ്ങൾ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്ന കാലം വരെയും ഞങ്ങൾ നിങ്ങൾക്കെതിരായി പൊരുതുക തന്നെ ചെയ്യും. ഇതാണ് ഹമാസ് പറയുന്നത്. തന്നെയുമല്ല, വെടിനിർത്തൽ കരാറിൻ്റെ എല്ലാ ഘട്ടങ്ങളും മാന്യമായി നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ. അതല്ല, ബന്ദികളെ തിരിച്ചെടുത്തതിന് ശേഷം ഞങ്ങളെ ആക്രമിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും ഞങ്ങളുടെ പ്രവൃത്തി എന്ന് ഹമാസ് താക്കീത് നൽകുന്നു. ഈ രണ്ട് കൂട്ടരും ഇങ്ങനെ വാശി പിടിക്കുകയും യുദ്ധം തുടർന്ന് മുന്നോട്ട് പോകാനും തീരുമാനിക്കുമ്പോൾ വെടിനിർത്തൽ കരാറിൻ്റെ സാധ്യത വീണ്ടും മങ്ങുകയാണ്. എന്നാൽ അതോടൊപ്പം ഈ യുദ്ധം മൂലം ഇസ്രായേൽ എന്ന രാജ്യം നിരന്തരമായ സംഘർഷത്തിലേക്കും പ്രതിഷേധങ്ങളിലേക്കും വീഴുകയാണ്. ആ രാജ്യത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയാണ്. അവിടുത്തെ ജനങ്ങൾ രോഷാകുലരായി ഗവൺമെൻറ്റിനെതിരെ തിരിയുകയാണ്. എന്നിട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത നെതന്യാഹു എന്ന സയനിസ്റ്റ് ഭീകരൻ രാജ്യത്തിൻ്റെ ശത്രുവാണെന്ന് അവർ ഇപ്പോൾ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ അത് തന്നെയാവും നെതന്യാഹു എന്ന ഈ സയനിസ്റ്റ് ഭീകരൻ്റെ പതനത്തിനും കാരണമാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.